വെൽക്കം ബാക്ക് ടു ടാനൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ആപ്രിക്കോട്ട് റോസിൻ്റെ ഒരു കോംബോ ഓഫറായിട്ടാണ് കേട്ടോ. അപ്പോൾ കോംബോയിൽ ഒന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ചെങ്കൽ നിറത്തിലുള്ള ആപ്രിക്കോട്ട് റോസാണ്. നല്ല ഭംഗിയാണ്. നമ്മുടെ ഇംഗ്ലീഷ് റോസിനോട് സാമ്യമുള്ള ടൈപ്പ് റോസാണ് വരുന്നത്. അതിൻ്റെ ഇതളുകളൊക്കെ നോക്കിയാൽ നല്ല ചുരുണ്ട് നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ് കേട്ടോ. കോംബോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റോസ് എന്ന് പറയുന്നത് മാംഗോ യെല്ലോ ആണ്. ഇതാണ് മാംഗോ യെല്ലോ. ഇതും വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു കപ്പ് ഷേപ്പിലായിരിക്കും പൂക്കൾ വരുന്നത്. ഡാർക്കായിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ്. അത് പ്ലാന്റ് ഫ്ലവർ കൊഴിയുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കളറ് ഫെയ്ഡായിട്ട് വരും കേട്ടോ. അതാണ് ഈ മുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വൈറ്റ് ഷെയ്ഡൂടെ കയറി വന്നിട്ടുള്ളത്. വിരിയുന്ന സമയത്ത് നല്ല ഡാർക്കായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. അടിപൊളി റോസാണ്. കോംബോയിൽ മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു ബട്ടൺ റോസാണ് കേട്ടോ. ഒരു കപ്പ് ഷേപ്പിലാണ് ഫ്ലവർ വരുന്നത്. നല്ല ഡാർക്കായിട്ടുള്ളൊരു റെഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ മൊട്ടും ലീഫും ഒക്കെ ഒരു ബ്രൗണിഷ് ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ അടിപൊളിയാണ് ഈ ഒരു റോസ് കാണാനായിട്ട്. നിറയെ തേനീച്ചകളും വണ്ടുകളൊക്കെ ഈ ഒരു റോസിനെ പൊതിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് വിരിയുന്ന സമയത്ത് ബഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആവും. കൊലകൊലയായിട്ട് പൂക്കുന്നതാണ്. അപ്പോൾ ബഞ്ചായിട്ടൊക്കെ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ ചൂസ് ചെയ്യാം. കാരണം ഇതിനകത്ത് വരുന്നതെല്ലാം നമുക്ക് അങ്ങനെ ഫ്ലവറിങ് ആവുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. ലേ മാർനെ എന്നാണ് ഐഡിയ വരുന്നത്. ഇതും ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാകുന്ന പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ്. വിരിയുന്ന സമയത്ത് നല്ലൊരു പിങ്ക് കളറും കൊഴിയാൻ നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു വൈറ്റ് ഷെയ്ഡിലോട്ട് കൺവെർട്ട് ആവും. അപ്പോൾ രണ്ട് ടൈപ്പ് പൂക്കൾ ഒരു പ്ലാന്റിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കോംബോയിൽ നാലാമതായിട്ട് നമ്മൾ ലേ മാർനെ എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. പ്ലാന്റ്സ് എല്ലാം അത്യാവശ്യം വലുപ്പമുള്ളതാണ്. നമുക്കിനി ഓണം വരെയും നമുക്ക് അടിപൊളി ഓഫേഴ്സ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫൈനലായിട്ട് വരുന്ന റോസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്യൂനാണ്. ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുമ്പോൾ രാജകുമാരി എന്നർത്ഥം. സത്യം പറഞ്ഞാൽ ഇതൊരു രാജകുമാരി തന്നെയാണ്. മണത്തിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു റോസ് വെറൈറ്റിയാണ്. കാണാനായാലും നമ്മുടെ ഇംഗ്ലീഷ് റോസിനോട് സാമ്യം വരുന്ന, അതായത് DA റോസിനോട് സാമ്യം വരുന്ന ഇതളുകളും കാര്യങ്ങളൊക്കെയാണ്. പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന ഫ്ലവേഴ്സാണുള്ളത്. ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കോംബോയുടെ പ്രൈസ് വരുന്നത് 580 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ് കേട്ടോ.